ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ കുറച്ച് പഴയ കമ്പിവള ഉണ്ടായിരുന്നു. അപ്പം ഞാനിതിന് ഒരു പുതിയ ലുക്ക് കൊടുക്കാനാണ് ഇന്ന് പോകുന്നത്. അധികം വീതിയില്ലാത്ത വളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫെവി ബോണ്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. വളയൊക്കെ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒട്ടിച്ചെടുത്ത വളയില്ലേ, ആ വളയുടെ പുറത്തേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ക്ലേ വെച്ചിട്ട് ഒന്ന് വള ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. വളയുടെ കമ്പിയുടെ ഭാഗമൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ക്ലേ വെച്ചിട്ട് നന്നായിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ കൈ കൊണ്ട് ക്ലേ നന്നായിട്ട് സ്മൂത്താക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. പിന്നെ ക്ലേ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. വളയാകുമ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവുക. അപ്പം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അതിന് ശേഷം ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൊട്ടിക്കാനായിട്ട് ചെറിയ ചെറിയ ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുമ്പം എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ചെറുതും വലുതുമൊക്കെ ആയിക്കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ വളയുടെ വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഫ്ലവറിൻ്റെ എണ്ണവും കൂട്ടി കൊടുക്കുക. ഞാൻ ചെറിയ റോസ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. പിന്നെ അധികം വലുപ്പവും വേണ്ടാത്തത് കാരണം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ക്ലേ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും. അപ്പം നമുക്ക് അത് മാറാനായിട്ട് കുറച്ച് ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ടാൽക്കം പൗഡർ ആക്കിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒട്ടലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന വളയിൽ 24 ഫ്ലവറാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ എണ്ണം നമ്മൾ എടുത്തിരിക്കുന്ന വളയുടെ അനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന വളയുടെ സൈസ് അനുസരിച്ചിരിക്കും. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ പഴയ വളകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കത് പഴയതിലും അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് നാളൊക്കെ വള യൂസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കളറൊക്കെ പോയി കഴിയുമ്പം നമ്മളത് എല്ലാവരും തന്നെ കളയും. എന്നിട്ട് അതിന് പകരം പുതിയ വള വാങ്ങും. അപ്പം പഴയ വളയൊക്കെ കളയാതെ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഓരോന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് പഴയതിനെ പുതിയ വളയാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ഒന്ന് വളയുടെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഓരോ ഫ്ലവറും അടുപ്പിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിഞ്ഞ് പോകരുത്. കറക്റ്റ് എല്ലാം നേരെ ഇരിക്കുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു വളയിൽ ഫുള്ള് ഫ്ലവറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫുള്ളൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ആവാൻ അധികം നേരമൊന്നും വേണ്ട. 1 മണിക്കൂറൊക്കെ വെച്ചപ്പോൾ തന്നെ എൻ്റെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ബ്ലാക്ക് തന്നെ അടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തുകൂടി പേൾ മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്കിൻ്റെ പുറത്ത് സിൽവർ കളർ കൊടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇനി സിൽവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കളർ വേണമെങ്കിലും കൊടുക്കാം. ഗോൾഡൻ കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല. കൈയുടെ വിരൽ കൊണ്ട് തന്നെയാണ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വളയുടെ സൈഡിലും ഇതുപോലെ
ഒന്ന് ചെറിയൊരു സിൽവർ കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വള കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുർത്തീസൊക്കെ ഇടുമ്പോൾ ഈ വളയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വളയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എല്ലാവരും കമൻറ്റും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.